പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പ്രതീക്ഷകളുടെ കണക്കുകളുമായി മുന്നണികൾ. ഇന്ന് രാവിലെ മുതൽ ബൂത്ത് തല കണക്കുകളുടെ പരിശോധനകൾ നടത്തുന്ന തിരക്കിലാണ് മൂന്ന് മുന്നണികളും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആൽവിൻ തോമസും സരീഷ് പി കെയും ചേരുകയാണ്. ആദ്യം ആൽവിനിലേക്ക് പോയാൽ, ആൽവിൻ, ഈ പിരാരി അടക്കമുള്ള പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ചെത്ത അത്ര പോളിംഗ് നടന്നില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന കണക്കുകൾ. കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ്? ജയപ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും മങ്ങലേറ്റിട്ടുണ്ടോ കോൺഗ്രസിന് അവിടെ? ലക്ഷ്മി, ഇപ്പോഴും കോൺഗ്രസ് പാളയത്തിൽ അല്ലെങ്കിൽ UDF പാളയത്തിൽ വലിയ പ്രതീക്ഷ തന്നെ അവർ വച്ചു പുലർത്തുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ അവരുടെ കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അവരൊരു കണക്കുകൾ മുഴുവൻ ബൂത്തിലെയും കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദമായൊരു വാർത്താ സമ്മേളനം ഇന്ന് നടത്തുമെന്ന് അറിയിച്ചില്ലെങ്കിലും 11 മണിയോടുകൂടിയേ വാർത്താ സമ്മേളനം ഉണ്ടാവുകയുള്ളൂ. ഷാഫി പറമ്പിൽ എംപിയും VK ശ്രീകണ്ഠനും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും ഉൾപ്പെടെയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നേരത്തെ പറഞ്ഞിരുന്നത് 9 മണിക്ക്. അത് മാറ്റി 11 മണിക്ക് അവർ വാർത്താ സമ്മേളനം വിശദമായി അതിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പോളിംഗ് ശതമാനം നേരിയ തോതിലെങ്കിലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടലായി അവർ പറയുന്നത്. കാര്യം പിരായിരി പഞ്ചായത്തിൽ മാത്രമാണ് അവർക്കൊരു പോളിംഗ് ശതമാനത്തിൽ കുറവ് എന്ന തരത്തിൽ അവർ പറയുന്നത്. പക്ഷേ മാത്തൂർ, അവരുടെ മറ്റൊരു ശക്തി കേന്ദ്രമാണ് മാത്തൂർ, ആ പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കണക്കുകളിൽ ഏതാണ്ട് നഗരസഭയിൽ 70.77, പിരായിരി പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ 70.10, മാത്തൂരിലേക്ക് വരികയാണെങ്കിൽ 70.16, കണ്ണാടിയിലേക്ക് വരുമ്പോൾ 70.34. അങ്ങനെ 70% പോളിംഗ് തന്നെയാണ്. 70% അല്പം കൂടെ മുകളിലുമാണ് പോളിംഗ് എല്ലായിടങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഇന്നലെ UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നഗരസഭാ കേന്ദ്രത്തിൽ, അതായത് പാലക്കാട് നഗരസഭാ കേന്ദ്രം നമുക്കറിയാവുന്നതുപോലെ BJPയുടെ വലിയ ശക്തി കേന്ദ്രമാണ്. പക്ഷേ പാലക്കാട് വെസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരു പക്ഷേ UDF ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചത്. അത് അവരുടെ കണക്ക് കൂട്ടൽ ക്രോഡീകരിച്ച ശേഷം തന്നെയാണ്, അവരുടെ ടാബുലേഷൻ കഴിഞ്ഞ ശേഷമാണ് അത്തരത്തിലൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അവിടെ BJPയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അവിടെ ഒരു പക്ഷേ ലീഡ് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് വെസ്റ്റ് എന്ന ഏരിയയിൽ അത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിൽ ഒന്നുകിൽ BJPയുടെ വോട്ട് ഷെയർ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അത്ഭുതപ്പെടാനില്ലെങ്കിൽ UDF അവിടെ ലീഡ് ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടലായി അവർ പറയുന്നത്. ഏതായാലും ഈ പഞ്ചായത്തുകളിലെ കണക്കുകളൊക്കെയും അവർ നിർത്തിക്കൊണ്ട് അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നമുക്ക് ഈ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ പാലക്കാട് നഗരസഭയിൽ ഏതാണ്ട് 75,884 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 1,07,212 വോട്ടാണ് മൊത്തമായി ഉള്ളത്. അപ്പോൾ ആ നഗരസഭയിൽ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ തവണ അത് 79,566 ആയിരുന്നുവെങ്കിൽ വോട്ട് ഇത്തവണ അതിൽ ചെറിയ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കുറവിലൊക്കെയാണ് UDFൻ്റെ പ്രതീക്ഷയായി നിലനിൽക്കുന്നത്. പിരായിരി പഞ്ചായത്തിൽ ഏതാണ്ട് 37,326 വോട്ടുകളാണ് മുഴുവനായി ഉണ്ടായിരുന്നതെങ്കിൽ 26,165 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് പിരായിരി പഞ്ചായത്തിലാണ് UDFിലൊരു ഞെട്ടൽ ഉളവാക്കിയിട്ടുള്ളത്. കാര്യം പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് അവർ ഭരിക്കുന്ന പഞ്ചായത്ത്, UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. വലിയ തോതിൽ അവർക്ക് ആത്മവിശ്വാസം നൽകിയ പഞ്ചായത്താണ്. കഴിഞ്ഞ തവണ നല്ല ലീഡ് നേടിയൊരു പഞ്ചായത്താണ് പിരായിരി. അവിടെ വോട്ടിംഗ് ഷെയർ കുറഞ്ഞത് ചെറിയ തോതിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാലം മാത്തൂർ പഞ്ചായത്തിൽ വലിയ തോതിൽ വോട്ടിംഗ് ഷെയർ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വോട്ട് ഷെയർ നമുക്ക് UDFിൻ്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരം കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ അവരുടെ ഇന്നലെ UDFിൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്നത് 10,000-നും 13,000-നും ഇടയിൽ ഉള്ള ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു 8-ന് താഴെ അല്ലെങ്കിൽ 8,000 വോട്ടിന് താഴെയൊക്കെ ഭൂരിപക്ഷം വരുമെന്ന നിലയിലുള്ള ചർച്ചകളും അവർക്കിടയിൽ തന്നെ ഉണ്ട്. ഏതായാലും ഈ കണക്കുകളുടെ ക്രോഡീകരണം സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം ഈ നേതാക്കൾ നമ്മളോട് വിശദീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ UDFിൻ്റെ വോട്ടുകൾ അവർ കൃത്യമായി വീണിട്ടുണ്ട് എന്ന് തന്നെയാണ്, കൃത്യമായി അത് പെട്ടിയിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. ലക്ഷ്മി, ആൽവിൻ, പോളിംഗിന് ശേഷം UDF നേതാക്കളെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ ശരീരഭാഷ എന്തായിരുന്നു? ആത്മവിശ്വാസം കണക്കുകൾ പറഞ്ഞ് പ്രകടിപ്പിക്കുന്നതിനും അപ്പുറം നേരിൽ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു ആൽവിൻ?
ഇന്നലെ തന്നെ നമ്മളോട് പ്രതികരിക്കുമെന്നാണ് ലക്ഷ്മി ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്ക് പോളിംഗ് ഏതാണ്ട് 8 മണി വരെ നീണ്ടുപോയിരുന്നു. 8 മണിക്കാണ് അവസാന 29 ബൂത്തുകളിലെ പോളിംഗ് അവസാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനുശേഷം അവരുടെ ബൂത്ത് ഏജന്റുമാർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി അവരുടെ കണക്കുകൾ ഇവർ നേതാക്കൾക്ക് കൊടുത്തുകൊണ്ട് അതിനുശേഷം അതിൻ്റെ ഒരു ക്രോഡീകരണം ഉണ്ടായ ശേഷം കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അത് നീണ്ടുപോവുകയും സമയം വല്ലാതെ താമസിക്കുകയും ചെയ്തപ്പോൾ 10 മണിയോടുകൂടി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ് നമ്മളെ വന്ന് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഈ പറഞ്ഞ കണക്കുകളൊക്കെയും അദ്ദേഹവും നിരത്തുന്നുണ്ട്. ഈ പാലക്കാട് വെസ്റ്റ് അടക്കം നഗരസഭാ കേന്ദ്രങ്ങളിൽ മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസമായി അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിരായിരി പഞ്ചായത്തിൽ അല്പം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബാധിക്കില്ല. കാര്യം പിരായിരി പഞ്ചായത്ത് എക്കാലവും UDF നിൽക്കുന്ന പഞ്ചായത്താണ്. UDF ഒരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ മുഴുവനായി കൃത്യമായി അതിൽ വീണിട്ടുണ്ട് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഏതായാലും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും ഇന്ന് രാവിലെ വിശദമായി വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. 9 മണിയോടുകൂടി വാർത്താസമ്മേളനം പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവരുടെ പ്രവർത്തകരിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അവർ വാർത്താസമ്മേളനം വിശദമായി അവർ നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അവർ ആദ്യഘട്ടത്തിലൊക്കെ പോളിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ ചില മ്ലാനതയൊക്കെ UDF ഒരു മേഖലയിൽ കണ്ടിരുന്നുവെങ്കിലും ഈ കണക്ക് കൂട്ടലിന് ശേഷം ഇവരുടെ ഒരു ടാബുലേഷൻ നടത്തിയ ശേഷം അവരുടെ ശുഭപ്രതീക്ഷ തന്നെയാണ് പറയുന്നത്. ഉജ്ജ്വല വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇന്നലെ നമ്മളോട് പറഞ്ഞത്. അതുതന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെയും VK ശ്രീകണ്ഠൻ്റെയും ഒരു വിലയിരുത്തൽ എന്ന് തന്നെ നമുക്ക് പറയാൻ. ഏതായാലും അവർ വിശദമായി തന്നെ അല്പസമയത്തിനകം തന്നെ നമ്മൾ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്മി, അല്പസമയത്തിനകം UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ അവിടെ മാധ്യമങ്ങളെ കാണും. ആൽവിൻ തോമസാണ് പാലക്കാട് നിന്ന് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾ, അവരുടെ കണക്കുകൂട്ടലുകൾ ഒക്കെ പങ്കുവച്ചത്. സരീഷ് PK ചേരുന്നുണ്ട്. സരീഷ്, കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല, അപ്പോഴും ആളുകൾ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. കറക്റ്റ് 6 മണിക്ക് C. കൃഷ്ണകുമാർ പറഞ്ഞത് UDF 3ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ്. ആ തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് NDA ക്യാമ്പ് എത്തുകയാണ്. എന്ത് വേണം മനസ്സിലാക്കാൻ? എന്തെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ പാലക്കാട് ഉണ്ടായി എന്ന് വേണമോ കരുതാൻ? എന്തൊക്കെയാണ് അവിടെ ഈ പോളിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനപ്പെടുത്തി NDAയുടെ കണക്കുകൂട്ടലുകളും? ഞാനിപ്പോൾ നിൽക്കുന്നത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം നടക്കുകയാണ്. ബൂത്ത് ഏജന്റുമാർക്കപ്പുറത്തേക്ക് RSSും അതോടൊപ്പം തന്നെ BJPയും നിർദ്ദേശിച്ച ചില വ്യക്തികൾ, മറ്റു ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ കൃത്യമായി ആദ്യഘട്ടം മുതൽ ഈ ഗ്രൗണ്ട് ലെവലിൽ, അതായത് ഓരോ ബൂത്തിലും ചാർജ് നൽകി അവിടെ പ്രവർത്തിച്ചിരുന്നു. അവരുടെ യോഗമാണ് ഇപ്പോൾ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ യോഗത്തിന് ശേഷം K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൃത്യമായ കണക്കുകൾ കഴിഞ്ഞ ദിവസം ബൂത്ത് ഏജന്റുമാർ നൽകിയതിനപ്പുറത്തും അവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഏതാണ്ട് ആരൊക്കെ പോൾ ചെയ്തു, എത്ര ശതമാനം പോൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ വോട്ടുകൾ NDAക്ക് ഗുണമാകും, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ, അതോടൊപ്പം ഏതൊക്കെ വോട്ടുകളാണ് ഗുണമായി മാറാൻ പോകുന്നത്, UDFൽ നിന്നോ LDFൽ നിന്നോ BJPയിലേക്ക് വോട്ടുകൾ വന്നിട്ടുണ്ടോ തുടങ്ങിയ കൃത്യമായ കണക്കുകൾ ഇവർ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറിനെയും അതോടൊപ്പം തന്നെ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിനെയും കണ്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം കൃത്യമായ വിജയപ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്, ഒന്ന്, നഗരസഭയിൽ കൃത്യമായി വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJP ശക്തി കേന്ദ്രത്തിൽ ഒരു തരത്തിലുള്ള കുറവും പോളിംഗിൽ വന്നിട്ടില്ല, മറിച്ച് വർധനവ് മാത്രമാണ്. 80% മുകളിൽ പല ബൂത്തുകളിലും പോൾ ചെയ്യിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഈ വോട്ടിൽ പ്രതിഫലിക്കും, അല്ലെങ്കിൽ കൗണ്ടിംഗ് സമയത്ത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 35,000-ഓളം വോട്ടുകൾ ഈ നഗരസഭയിൽ ആ സമയത്ത് ലഭിക്കുകയാണെങ്കിൽ, ആദ്യത്തെ സമയത്ത് തന്നെ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി വിജയം NDAക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ BJP പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. BJPക്ക് നഗരസഭയ്ക്കപ്പുറത്തേക്ക് മാത്തൂരും ഒപ്പം തന്നെ പിരായിരിയിലും നേരിയ ഏതെങ്കിലും ചലനങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. മറിച്ച് ഒപ്പം തന്നെ പിരായിരി കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കണ്ണാടി CPMൻ്റെ ശക്തി കേന്ദ്രമാണെന്ന് അവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ മാത്തൂരിൽ കോൺഗ്രസിനും ഒപ്പം തന്നെ CPMനും വോട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, വോട്ട് നേടാൻ BJPക്ക് സാധിക്കും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ NDA സ്ഥാനാർത്ഥി
കൃത്യമായ വിജയം കൈവരിക്കും. അതോടൊപ്പം തന്നെ രാഹുലിന് കൃത്യമായ അടിയൊഴുക്കുകൾ, പ്രത്യേകിച്ച് പിരാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ, പിരാരിയിൽ കഴിഞ്ഞ തവണ ഏറ്റവും അവസാന ലാപ്പിലാണ് 3000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തവണ അവിടെയെല്ലാം തന്നെ വോട്ടിങ്ങിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട്, പെർസെൻറ്റേജിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറഞ്ഞതെല്ലാം തന്നെ UDFൻ്റെ വോട്ടാണ് എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടം മുതൽ UDF ക്യാമ്പിൽ AI ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ തമ്മിൽ ചേരിപ്പോരുണ്ടായിട്ടുണ്ട്. അത് അവസാന നിമിഷം പോലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി I ഗ്രൂപ്പിലെ ചില ബൂത്ത് നേതാക്കൾ പോലും, അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റുമാർ പോലും വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് എന്നൊരു കാൽക്കുലേഷനിലേക്കാണ്, അല്ലെങ്കിൽ കണക്കുകൂട്ടലിലേക്കാണ് BJP പോകുന്നത്. അത് കൃത്യമായി അവർ പല ഘട്ടങ്ങളിലും ഈ പ്രചരണത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത്. അതൊരിക്കൽ പോലും BJPയെ കാര്യമായി ബാധിക്കില്ല. പിരാരി പഞ്ചായത്തിലെയും മാത്തൂർ പഞ്ചായത്തിലെയും പെർസെൻറ്റേജിലുണ്ടായ കുറവ് അത് കൃത്യമായി UDFനെ ബാധിക്കും. അത്തരത്തിൽ UDFൻ്റെ വോട്ട് കുറയുകയാണെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്ന് തന്നെയാണ് NDA ക്യാമ്പ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് BJP ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് പെർസെൻറ്റേജിൽ 80%-ലേറെ മറ്റ് സ്ഥലങ്ങളില്ലാത്തപ്പോഴും BJPക്ക് കൃത്യമായി അവരുടെ പോക്കറ്റുകളിൽ 80%-ലേറെ പോളിംഗ് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഗുണകരമാകും. അതോടൊപ്പം തന്നെ നഗരസഭയിലെ പല വാർഡുകളും കോൺഗ്രസിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ 40 വർഷമായി കോൺഗ്രസ് നിലനിർത്തുന്ന വാർഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർഡുകളിൽ പോലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി UDFന് തിരിച്ചടിയാണ് എന്നുകൂടി BJP കണക്കുകൂട്ടുകയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ മൂത്താന്തറ, കറുകോടി, കോഴിപ്പറമ്പ്, വടക്കന്തറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിൽ ഇത്തവണ, കഴിഞ്ഞ തവണ 800 വോട്ട് അല്ലെങ്കിൽ 800 വോട്ടാണ് ആകെ പോൾ ചെയ്യപ്പെട്ടത്. പക്ഷേ ഇത്തവണ 900-ലേറെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാനാകും എന്നുകൂടി BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ കൃത്യമായി വിജയിക്കുമെന്നും ഏതെങ്കിലും രീതിയിൽ LDF വോട്ട് പിടിക്കുകയാണെങ്കിൽ അവരുടെ അവകാശവാദം 70,000-ഓളം വോട്ട് പിടിക്കുമെന്നാണെങ്കിൽ പോലും കേഡർ വോട്ട് എന്ന രീതിയിൽ, കാരണം കഴിഞ്ഞ പ്രചരണ രംഗത്തൊക്കെ LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കേഡർ വോട്ടുകൾ കൃത്യമായി അവർ പിടിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുക BJPക്കായിരിക്കും. അങ്ങനെ അവരുടെ വോട്ട് അവർ തന്നെ LDF തന്നെ പിടിക്കുകയാണെങ്കിൽ കൃത്യമായി രാഹുൽ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടലുകൾ. പക്ഷേ എന്തായാലും ഇനിയും കൃത്യമായ കണക്കുകൾ വരേണ്ടതുണ്ട്. കാരണം ഇന്നലെ രാത്രി വരെ ലഭിച്ച ബൂത്ത് ഏജന്റുമാരുടെ കണക്കനുസരിച്ചാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം NDA സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും നൽകുന്നത്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ അവർക്ക് ലഭിക്കും. ഗ്രൗണ്ട് ലെവലിൽ ആദ്യഘട്ടം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കൃത്യമായ ആളുകൾ RSSൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും ആളുകൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്പസമയത്തിനകം തന്നെ K. സുരേന്ദ്രൻ പ്രതികരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഏത് രീതിയിലായിരിക്കും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്നുകൂടി വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. കണക്കുകൾ വിലയിരുത്തുകയാണ് BJPയും. അല്പസമയത്തിനകം നമുക്ക് അവരുടെയും പ്രതികരണങ്ങൾ ലഭ്യമാകും. സരീഷ് PK ആണ് BJP ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾ, അവരുടെ വിലയിരുത്തലുകളൊക്കെ പങ്കുവച്ചത്.